നമസ്കാരം, എൻ്റെ പേര് രശ്മി അരുൺ. മാർക്കൻ ഡയറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആർട്ട് സിൽക്ക് മഹേശ്വരി സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് അതിലൊരു സാരിയാണ്. അതുപോലെ തന്നെ ഇതിൽ ടിഷ്യൂ കൂടെ വരുന്ന രീതിയിൽ കുറച്ച് തിളക്കമുള്ള രീതിയിൽ ആർട്ട് സിൽക്ക് മഹേശ്വരി ടിഷ്യൂ സാരീസാണ് ഇതെല്ലാം തന്നെ. സോ ഇപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേഷ് ബ്രൗൺ കളറിലുള്ള ഒരു സാരിയാണ്. അതിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോർഡേഴ്സിൽ നമുക്ക് മഹേശ്വരി ബോർഡേഴ്സ് ആണ് ഈ ഒരു സാരിയുടെ രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നതിൽ ഒരു വൈറ്റ് ഗോൾഡ് സെറിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പാറ്റേണും ബോഡിയിൽ ഫുള്ള് നമുക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. ബോർഡേഴ്സിൽ നമുക്കൊരു വൈറ്റ് ബ്ലോക്ക് പ്രിന്റ് ബോർഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ മഹേശ്വരി ബോർഡറും വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് ഈ സാരിക്ക്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺസ് വരുന്നുണ്ട് വൈറ്റ് കളറിൽ തന്നെ. അതുപോലെ തന്നെ എഡ്ജസിൽ ഗോൾഡൻ സെറി ലൈൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു ടൈപ്പ് സാരീസിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ പ്രൈസ് പറയാൻ വേണ്ടി പോയി. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1708 റുപ്പീസാണ്. അതുപോലെ തന്നെ ബോഡിയിൽ നമുക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള സെറിയിലുള്ള ചെറിയ ലൈൻസ് വരുന്നുണ്ട്. ഒരു ടിഷ്യൂ ഫീൽ വരുന്ന രീതിയിൽ ലൈൻസും വരുന്നുണ്ട്. സോ നെക്സ്റ്റ് സാരീസ് കാണുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. സോ നെക്സ്റ്റ് സാരി നമുക്ക് ഇതേ ഇതിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സാരീസാണ്. സോ നെക്സ്റ്റ് സാരി ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ ടിഷ്യൂ ഫീല് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട്. ഇതൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് സ്ട്രൈപ്സ് വരുന്നുണ്ട് ഗോൾഡൻ ടിഷ്യൂ ലൈൻസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ്സ് റൗണ്ട്സ് പുൽക്ക ഇങ്ങനെ കട്ടഡ് ആയിട്ടുള്ള കട്ടിങ് വരുന്ന പുൽക്ക ഡോട്ട്സ് ബോഡിയിൽ വലുതും ചെറുതുമായിട്ട് വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബോഡി വരുന്നത്. ആൻഡ് ബോർഡേഴ്സിൽ നമുക്കൊരു ബ്ലോക്ക് പ്രിന്റ് പാറ്റേൺ ബോർഡറും വൈറ്റ് കളറിലുള്ള അതുപോലെ തന്നെ മഹേശ്വരി ബോർഡറും വരുന്ന പോലെയാണ് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിതും. ആൻഡ് മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺ വരുന്ന ഹെവി പല്ലുവാണ് ഈ സാരിക്കും വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു സെൽഫ് കളറിൽ തന്നെ പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്ന പോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്രൈസ് വരുന്നത് 1708 റുപ്പീസാണ്. സോ ഞാൻ ഈ ഒരു ഞാൻ എടുത്തേക്കുന്ന സാരിയുടെ കൂടെ വേറൊരു കളറിലുള്ള ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ ഈ സാരീസ് എല്ലാം സിംഗിൾ ഷെയ്ഡ്സ് ആയത് കാരണം നമുക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സിലുള്ള ബ്ലൗസുകളും പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്നത്തെ നെക്സ്റ്റ് കളർ നമുക്ക് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും വരുന്നത്. ആൻഡ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ടിഷ്യൂ എന്ന് പറയുന്നതുകൊണ്ട് ഒതുങ്ങി വരുമോ എന്നൊക്കെ സംശയം തോന്നുന്നവരുണ്ടാവും. വളരെയധികം ഒതുങ്ങി വരുമ്പോൾ ഞാൻ വേറെ ഇരിക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന നല്ല സാരിയാണ്. സോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതിലും ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റ് പാറ്റേൺ, ലീഫ് പോലെയുള്ള ഒരു പാറ്റേൺ തിരിഞ്ഞും മറിഞ്ഞും വരുന്ന പോലെയാണ് ബോഡിയിൽ പ്രിന്റ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ വീണ്ടും ആ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റഡ് ബോർഡറും ഒരു ഗോൾഡ്, ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഗോൾഡ് അല്ല, ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു വൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ്. ആ ഒരു ഷെയ്ഡിൽ വരുന്ന മഹേശ്വരി ബോർഡറുമാണ് ഈ സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതും വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് പല്ലു. പല്ലുവിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺസ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. എഡ്ജസിൽ ഗോൾഡൻ സെറി ലൈൻസ് വരുന്നുണ്ട്. എല്ലാ സാരിയിലും നമുക്ക് കുഞ്ഞു കുഞ്ഞ് ടിഷ്യൂ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു തിളക്കം ഉണ്ടാവും. അത് കാരണം ഈ പ്ലെയിനിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിലും നമുക്ക് ആ ഒരു സെൽഫ് കളർ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ്, ടിഷ്യൂ ലൈൻസ് സാരിയിലും ബ്ലൗസിലും ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സ് സെൽഫ് കളറിലാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. പ്രൈസ് വരുന്നത് 1708 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും. ഇതിലെല്ലാ സാരീസും ജസ്റ്റ് ആ ഒരു ബോർഡേഴ്സിൻ്റെയും ബോഡിയുടെയും പ്രിൻസ് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരു മെറ്റീരിയൽ ആണെങ്കിലും വീവിങ് പാറ്റേൺ ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്കും ഗോൾഡും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ ഉടുത്തു പോകാൻ, നല്ല ഈവനിങ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഡേ ടൈമിലുള്ള ഫംഗ്ഷനും ഉടുത്തിട്ട് പോകാൻ പറ്റിയ സാരിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ. നല്ല ഒരു ഷെയ്ഡാണ് ഇതും വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബോഡിയിലും നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റ്സ് തന്നെയാണ്, ഓഫ് വൈറ്റ് കളറിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് തന്നെയാണ് ഫുൾ ബോഡിയിൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട് റാണി പിങ്കിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട്.
റാണി പിങ്ക് ആണെങ്കിലും കുറച്ചുകൂടെ ലൈറ്ററായിട്ടാണ് കാണുന്നത്, കാരണം ബോഡിയിൽ ഫുൾ ആ ഒരു ടിഷ്യൂ ലൈൻസ് വരുന്നത് കാരണം നല്ലൊരു ഗ്ലോ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ആൻഡ് ബോർഡേഴ്സിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ബോർഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗോൾഡ്, ഇത് ഇച്ചിരി നല്ല ഗോൾഡ് തന്നെയാണ്. ഗോൾഡൻ ജെറിയിലുള്ള ബോർഡേഴ്സും രണ്ട് സൈഡിലും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കാണുന്നത്. ആൻഡ് പല്ലു വരുന്നത് മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺസ് തന്നെയാണ് എല്ലാ സാരിയിലെയും പോലെ. ആൻഡ് ബ്ലൗസ് പീസ് സെൽഫ് കളറിൽ ആ ഒരു തിന്നായിട്ടുള്ള ലൈൻസ്, ആ ഒരു ടിഷ്യൂ ലൈൻസ് ഫുൾ ബോഡിയിൽ പോകുന്നുണ്ട്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഗ്രീൻ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പ്രൈസ് 1780 rupees. നെക്സ്റ്റ് സാരി വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളുടെ ഇന്നത്തെ അടുത്ത സാരി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസിൻ്റെ കൂടെ നല്ലതായിരിക്കും. നല്ല ഒരു കളർ ഷെയ്ഡാണ്. ഒരു പാരറ്റ് ഗ്രീനിൽ ഇതിലും നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ടിഷ്യൂ ലൈൻസ് വരുന്നുണ്ട്. ലൈറ്റർ ഷെയ്ഡ് ആയത് കാരണം ആ ഒരു ടിഷ്യൂ എടുത്ത് കാണില്ല. ബട്ട് ആ ഒരു നമ്മളിപ്പോൾ ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ഗ്ലൂ കാണാൻ പറ്റും. ലൈൻസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് പാറ്റേൺസ് വരുന്നുണ്ട്. ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. ബോർഡറിൽ ഒരു പ്രിന്റഡ് ബോർഡറും അതുപോലെ തന്നെ മഹേശ്വരി ബോർഡറും വരുന്ന പോലെയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലെയും ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ഇത് ആർട്ട് സിൽക്കാണ് ബേസിക്കലി ഫാബ്രിക് വരുന്നത്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. പല്ലുവിൽ മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺസും ഗോൾഡൻ ജെറി ലൈൻസും വരുന്നുണ്ട്. നല്ല ഹെവി പല്ലുവാണ്. ഈ സാരീസ് എല്ലാം തന്നെ നമുക്ക് ഓപ്പൺ പ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സാരീസാണ്. ഈ ഒരു പ്രൈസിന് നല്ലൊരു ഹെവിനെസ് തരുന്ന സാരിയാണ്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയുമാണ്. സെൽഫ് കളറിൽ തന്നെയാണ് ഈ ഒരു സാരിയുടെയും ബ്ലൗസ് വരുന്നത്. സാരിയുടെ സെയിം ബോർഡേഴ്സും അതുപോലെ തന്നെ ബോഡി പ്ലെയിനുമാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1780 തന്നെയാണ്. നെക്സ്റ്റ് കളർ, അടുത്ത കളറ് ഒരു പർപ്പിളിഷ് ഷെയ്ഡാണ്. എന്നാൽ ഭയങ്കര ഡീപ്പ് പർപ്പിൾ അല്ല, ഒരു റോയൽ ബ്ലൂ അല്ല, പേർപ്പിളും അല്ലാത്ത നല്ല ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. സോ എല്ലാ സാരീസും ആക്ച്വലി ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാവുന്ന കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതും. കറക്റ്റ് പേർപ്പിളും അല്ല, എന്നാൽ റോയൽ ബ്ലൂ അല്ലാത്തൊരു കളറാണ്. മേ ബി ഈ ഒരു ഗോൾഡൻ ജെറി ലൈൻസ് വരുന്നതുകൊണ്ടായിരിക്കും നമുക്ക് കളർ കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത്. ബട്ട് നല്ലൊരു ഷെയ്ഡാണ്. അതിൻ്റെ അഗെയിൻസ്റ്റ് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ടിഷ്യൂ ലൈൻസ് വരുന്നുണ്ട്. ഫ്ലവർ പാറ്റേൺസ് വലുതും ചെറുതുമായിട്ട് വരുന്ന പോലെയാണ് ഈ ഒരു സാരിയിൽ പ്രിന്റ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ ഒരു വൈറ്റ് കളറിൽ തന്നെ ഒരു പ്രിന്റഡ് ബോർഡറും മഹേശ്വരി ബോർഡറും വരുന്ന പോലെയാണ് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ കൂടെയും ആക്ച്വലി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു മറൂണിഷ് റെഡ് ബ്ലൗസ് ചേരുന്നുണ്ട്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. പല്ലുവിൽ മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേൺസ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. ടിഷ്യൂ ലൈൻസും വരുന്നുണ്ട്. ആൻഡ് സെൽഫ് കളറിൽ തന്നെ പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്നതാണ് ബ്ലൗസ് പീസ്. പ്രൈസ് വരുന്നത് 1780 rupees. നെക്സ്റ്റ് സാരി വീണ്ടും വന്നിരിക്കുന്നത് നല്ല ഒരു ഷെയ്ഡിലാണ്. ഒരു ആൽഗി ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളുടെ അടുത്ത സാരി വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടാത്ത ഒരു ഷെയ്ഡാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ആൽഗി ഗ്രീനിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വൈറ്റ് കളറിലുള്ള ഒരു ലീഫ് പോലെയുള്ള പാറ്റേണും ഡോട്ട്സുമാണ് ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് പ്രിന്റ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ടിഷ്യൂ ലൈൻസും ഫുള്ളായിട്ട് ബോഡിയിൽ പോകുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡ് ആയത് കാരണം ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കാത്ത രീതിയിലാണ് ആ ഒരു ടിഷ്യൂ ലൈൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ ആ ഒരു സെയിം ടിഷ്യൂവിൻ്റെ ബോർഡർ തന്നെയാണ് വരുന്നത്. ബട്ട് ഇതൊരു ബ്രൈറ്റ് ഗോൾഡ് അല്ല. ഈ ഒരു സാരിയിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു വൈറ്റ് ഗോൾഡ് കളറിലുള്ള ബോർഡേഴ്സാണ് രണ്ട് സൈഡിലും വരുന്നത്. ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റഡ് ബോർഡറും വരുന്നുണ്ട്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. പല്ലുവിലും നല്ല ഹെവി ആയിട്ട് പ്രിന്റഡ് പല്ലുവാണ്, മൾട്ടിപ്പിൾ പാറ്റേൺസ് വരുന്നത്. ആൻഡ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും. പ്ലെയിൻ ബോഡി ആണെങ്കിൽ ഒരു ടിഷ്യൂ ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ഈ ടിഷ്യൂ ലൈൻസ് വരുന്നുണ്ട്. വീണ്ടും വീണ്ടും പറയാതിരിക്കാനാണ് പറയാത്തത്. 1780 തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്.